PostgreSQL പ്രോഗ്രാമിംഗ് ലാബ്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രിയേറ്റ് ദ ടേബിൾ എംപ്ലോയി. എംപ്ലോയി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, കൂടാതെ വർക്ക്സ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, കമ്പനി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ 4 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. സോ എംപ്ലോയി എന്ന ടേബിൾ എന്തുണ്ടായിരിക്കണം? എംപ്ലോയി നെയിം, സിറ്റി, ഈ 2 കണ്ടന്റ് ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ വർക്ക്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ, ആ ടേബിൾ എംപ്ലോയി നെയിം, കമ്പനി നെയിം, സാലറി. കമ്പനി എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, കമ്പനി നെയിം അതുപോലെ സിറ്റി, ഈ 2 ആട്രിബ്യൂട്ടാണ് കമ്പനിയിലുള്ളത്. അതുപോലെ മാനേജേഴ്സ് എന്ന് പറയുന്ന ടേബിൾ, ആ ടേബിളിൽ എംപ്ലോയി നെയിം, മാനേജർ നെയിം, ഈ 2 ആട്രിബ്യൂട്ട് കോളം നെയിംസ് ഉള്ള ഒരു ടേബിൾ. അപ്പോൾ 4 ടേബിൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് വേണം? ആ ടേബിളുകൾക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. പ്രോഗ്രാം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. ഓൾ പ്രോഗ്രാംസിൽ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത PostgreSQL 9.6 വെർഷൻ 9.6 ആണ്. ഇപ്പോൾ 13, 14 വരെ വെർഷൻസ് അവൈലബിൾ ആണ്. SQL ഷെൽ, PSQL, PostgreSQL. സോ ഇവിടെ സർവർ നെയിം ബൈ ഡിഫോൾട്ട് സർവർ നെയിം ഏതാണ്? ലോക്കൽ ഹോസ്റ്റ് ആണ്. അപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്റർ കീ പ്രസ് ചെയ്യാം. ഡിഫോൾട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഓക്കെ. അതുപോലെ ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ് ഡിഫോൾട്ട്, നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം. പോർട്ട് നമ്പർ 5433. ഓക്കെ. യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്, അതും ഇതിലില്ല, ബൈ ഡിഫോൾട്ട് യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. നമുക്ക് നമ്മുടെ വേറെ യൂസറിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേ യൂസറിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സോ പാസ്വേഡ് നമ്മൾ എന്താ എവിടെ ഇരിക്കണം? ഇൻസ്റ്റാളേഷൻ സമയത്ത് ഇതേ യൂസറിന് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ ഇവിടെ കാണാൻ കഴിയില്ല, അത് ഡിസ്പ്ലേ ചെയ്യില്ല. നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം, എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ. ഇൻസ്റ്റാളേഷൻ സമയത്താണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് പോസ്റ്റ്ഗ്രസ് എന്ന യൂസർ ഐഡിക്ക് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർത്ത് വെക്കുന്ന ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ആ ഇൻസ്റ്റാളേഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒന്ന് കാണാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ യൂസറിലൂടെ വന്ന് നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതുവരെ ചെയ്ത ഒരു കണക്ഷൻ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ചില ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ഷെല്ലിലായിരിക്കില്ല, SQL ഷെൽ, PSQL ആയിരിക്കില്ല. സാധാരണ CMD ആണ് യൂസ് ചെയ്യുക. നമ്മുടെ ലാംഗ്വേജിൽ CMD പ്രോഗ്രാം ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം, CMD കമാൻഡ് പ്രോംപ്റ്റ്. അപ്പൊ അതിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യാണ്? അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യും. CMD റൺ അടിച്ചാൽ ഓപ്പൺ ആയി കിട്ടും. അതെന്ത് ചെയ്യാം? ഫസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യണം. PSQL സ്പേസ് -u, എന്നാണ് യൂസർ നെയിം ആണ്. ആ യൂസർ നെയിം PSQL PostgreSQL -u, ദെൻ അവിടെ പോസ്റ്റ് ഏതാണ് യൂസർ നെയിം അത് കൊടുക്കുക. അത് പോസ്റ്റ്ഗ്രസ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. പോസ്റ്റ്ഗ്രസ് ടൈപ്പ് ചെയ്യുക. ഇനി ഏത് ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഡാറ്റാബേസ് നെയിം ഇവിടെ കൊടുക്കുക. സപ്പോസ് കോളേജ് ആണെങ്കിൽ കോളേജ്, ഏത് ഡാറ്റാബേസ് ആണ് ആ ഡാറ്റാബേസ് ആ നെയിം കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞ ആ ഒരു എൻ്ററിൽ വന്നു. ഓക്കെ. ഏതാണ് യൂസർ നെയിം കൊടുത്തത് ആ യൂസർ നെയിം ഏതാണോ അതിൻ്റെതായ എൻ്ററിൽ ഇവിടെ #ടാഗ് വന്നു. അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത കണക്ഷൻസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിന് മുമ്പ് ഒരു പാത്ത് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലേ? ഈ പാത്ത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കാണാത്തവർ അത് കാണും. പാത്ത് സെറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കെങ്കിൽ അത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ SQL ഷെൽ, PSQL എന്നാണ് ഈ ഒരു ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ക്ലിയർ? ഇനി ഇവിടെ എന്ത് വേണം? ഈ 4 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് എംപ്ലോയിനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഞാൻ അതിന്റെ കോഡൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. കോഡ് നോക്കി. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാംസിൽ ഈ ഡാറ്റാബേസിൽ ഓൾറെഡി എൻ്റെ ഡാറ്റാബേസിൽ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. അല്ല, ഈ എംപ്ലോയി എന്ന ടേബിൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ടേബിൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് ഒന്ന് മാറ്റിയത്, എംപ്ലോയി എന്ന് കൊടുത്തു. ഓക്കെ. ഈ എംപ്ലോയി എന്ന് WE ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ടേബിൾ ഓൾറെഡി എൻ്റെ ഈ ഡാറ്റാബേസിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഡാറ്റാബേസിൽ പിന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പെല്ലിംഗ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ എംപ്ലോയി എന്ന് കൊടുത്തു. ക്ലിയർ? ദെൻ എംപ്ലോയി നെയിം varchar 20, സിറ്റി varchar 20 കണ്ടോ? എംപ്ലോയി നെയിമും സിറ്റി ഇത് 2 മാത്രമേ ഉള്ളത്. സോ എൻ്റർ പ്രസ് ചെയ്ത് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ആയി അല്ലേ? ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമുക്ക് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കാണാം. /d, ദെൻ സ്പേസ് അറ്റൻഷൻ, ടേബിൾ നെയിം എംപ്ലോയി കണ്ടോ? ടേബിളിന്റെ ഡിസ്ക്രിപ്ഷൻ ഓക്കെയാണ്. ഇനി ഇതിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഇൻസേർട്ട് ഇൻടു എംപ്ലോയി വാല്യൂസ് സാം കൊച്ചി. ഇത് നേരത്തെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിയാണ്. വാല്യൂസ് ഏതാ? സാം കൊച്ചി. അപ്പൊ ഇവിടെ ശരിക്കും ഇത് ഇൻസെർട്ട് ചെയ്യുന്ന കുറെ എങ്ങനെയാണ്? ഇൻസെർട്ട് ഇൻടു എംപ്ലോയി ബ്രാക്കറ്റിനകത്ത് ഈ കോളം നെയിംസ് കൊടുക്കണം. EMP_name സിറ്റി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വാല്യൂസ് സാം കൊച്ചി. ഈ കോളം നെയിംസ് ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻസെർട്ട് ചെയ്യാനുള്ള കോഡ്.
പക്ഷെ നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സീക്വൻസ് അറിയാം എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് EMP നെയിം ആണ്, സെക്കൻഡ് സിറ്റി ആണ്, തേർഡും ഫോർത്തും ഒന്നും ഇല്ല എന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഇതേ രൂപം നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അതിന്റെ ഡാറ്റ ടൈപ്പ് ഒക്കെ എന്താ നമുക്ക് അറിയാമെങ്കിൽ, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിട്ട് വേണം ഇൻസെർട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് വാല്യൂ ഇൻസെർട്ട് ആയി കണ്ടോ, ഇൻസെർട്ട് ഫസ്റ്റ് റോ ഇൻസെർട്ട് ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ക്വറീസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോപ്പി എല്ലാം കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിക്കാം. നോക്കാം. നോക്കി കൂടെ നോക്കി. രണ്ടാമത്തത് ഇൻസെർട്ട് ഇൻ ടു എംപ്ലോയി വാല്യൂസ് പ്രിയ പൂനെ എൻ്റർ ചെയ്തു. തേർഡ് വൺ ഇൻസെർട്ട് ഇൻ ടു എംപ്ലോയി വാല്യൂസ് റാം ബാംഗ്ലൂർ. ദെൻ ഒന്ന് പ്രിന്റ് ചെയ്ത് വെക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി സെമിക്കോളൻ. കണ്ടോ? ഇനി അടുത്ത ടേബിൾ ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്യിപ്പിക്കാം. ഏത് ടേബിളാ? വർക്ക്സ് എന്ന ടേബിൾ. നോക്കാം. കൂടെ നോക്കി. ക്രിയേറ്റ് ടേബിൾ വർക്ക്സ്, EMP നെയിം വാർക്കാർ 20, കമ്പനി നെയിം വാർക്കാർ 30, സാലറി ഇൻഡ്. ഓക്കെ, ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റെ ടേബിൾ ക്രിയേറ്റഡ്. ആ ടേബിൾ ഡിസ്ക്രിപ്ഷൻ നോക്കാം. /d വർക്ക്സ് സെമിക്കോളൻ. കണ്ടോ ഡിസ്ക്രിപ്ഷൻ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യണ്ടേ. ഫസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ഇൻ ടു വർക്ക്സ് വാല്യൂസ് സാം വിപ്രോ 15,000. വിപ്രോയിൽ വർക്ക് ചെയ്യാൻ സാം സാലറി 15,000 ആണ്. ഓക്കെ, ഇൻസെർട്ട് ആയി. അപ്പൊ ഇതുപോലെ ബാക്കി രണ്ടുകൂടെ ഞാൻ ഇൻസെർട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇൻസെർട്ട് ഇൻ ടു വർക്ക്സ് വാല്യൂസ് റാം ഇൻഫോസിസ് 25,000. ദ തേർഡ് വൺ പ്രിയ വിപ്രോ 22,000. സോ 3 പേരെ ഡാറ്റ ഇൻസെർട്ട് ചെയ്തു. നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എന്നായിരുന്നു വർക്ക്സ് അല്ലേ? കണ്ടോ? സാം റാം പ്രിയ 3 പേരെ ഡാറ്റ ഇൻസെർട്ട് ആയി. ദെൻ നെക്സ്റ്റ് ടേബിൾ ഏതായിരുന്നു? കമ്പനി. കമ്പനി നെയിമും ഇൻ സിറ്റിയും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ കമ്പനി, കമ്പനി നെയിം വാർക്കാർ 30, സിറ്റി വാർക്കാർ 20. ടേബിൾ ക്രിയേറ്റഡ്. ഡിസ്ക്രിപ്ഷൻ നോക്കാം. ടേബിൾ ഡാറ്റ ഏതായിരുന്നു? കമ്പനി. ഓക്കെ, ഉണ്ടോ? ഇനി ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ചെയ്തു. ഇൻസെർട്ട് ഇൻ ടു കമ്പനി വാല്യൂസ് വിപ്രോ. വിപ്രോ എന്ന കമ്പനി അതെവിടെ സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. ഫസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ആയി. സെക്കൻഡ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസെർട്ട് ഇൻ ടു കമ്പനി വാല്യൂസ് ഇൻഫോസിസ് ബാംഗ്ലൂർ. ഇൻഫോസിസ് ബാംഗ്ലൂർ. ഓക്കെ, സോ ആ ഡാറ്റ ഇൻസെർട്ട് ആയി. നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കമ്പനി. 2 ഡാറ്റ ഇൻസെർട്ട് ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ടേബിൾ ഏതായിരുന്നു? മാനേജേഴ്സ്. എംപ്ലോയി നെയിം മാനേജർ നെയിം. എംപ്ലോയി നെയിം മാനേജർ നെയിം. ഇതാണ് ലാസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം. നോക്കാം. കൂടെ നോക്കി. ക്രിയേറ്റ് ടേബിൾ മാനേജേഴ്സ്. എംപ്ലോയി നെയിം വാർക്കാർ 20, മാനേജർ നെയിം വാർക്കാർ 20. ഇവിടെ എംപ്ലോയി നെയിമും മാനേജർ നെയിം അത് മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. ടേബിൾ ക്രിയേറ്റഡ്. ടേബിൾ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് മാനേജേഴ്സ്. ഡിസ്ക്രിപ്ഷൻ ഓക്കെ അല്ലേ? ഈ ഡാറ്റ ഇൻസെർട്ട് ചെയ്യും. ഫസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ഇൻ ടു മാനേജേഴ്സ് വാല്യൂസ് സാം. സാം എന്ന് പറഞ്ഞ ഒരു എംപ്ലോയി. ആ എംപ്ലോയിയുടെ മാനേജർ ആരാണ്? ദിയ. ദിയ എന്നാണ് അവരുടെ മാനേജേഴ്സ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡാറ്റ ഇൻസെർട്ട് ആയി. ഈ സെക്കൻഡ് ഡാറ്റയും തേർഡ് ഡാറ്റയ്ക്ക് ഞാൻ ഡാറ്റ ഇൻസെർട്ട് ചെയ്യാം. സെക്കൻഡ് ഡാറ്റ ഇൻസെർട്ട് ഇൻ ടു മാനേജേഴ്സ് വാല്യൂസ് റാം. റാമിന്റെ അരുൺ. അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവരുടെ മാനേജേഴ്സ്. തേർഡ് ഡാറ്റ പ്രിയ. പ്രിയ എന്ന് പറഞ്ഞ ആള് ദാസ്. ഓക്കെ, ഇവരാണ് അതിന്റെ മാനേജർ. അപ്പൊ ഈ രൂപത്തിൽ 3 ഡാറ്റ നമ്മൾ ഇൻസെർട്ട് ചെയ്തു. അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം മാനേജേഴ്സ്. ഓക്കെ, കണ്ടോ 3 പേരുടെ ഡാറ്റ. ഇപ്പൊ എന്തായി? നമ്മൾ ഇവരുടെ വാല്യൂസ് എല്ലാം ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? വർക്ക്, കമ്പനി, മാനേജേഴ്സ്, എംപ്ലോയി. എല്ലാ വാല്യൂസും നമ്മൾ ടൈപ്പ് ചെയ്ത് കിട്ടി. ഇനിയാണ് ക്വറി ചെയ്യേണ്ടത്. ക്വറി ഇതുവരെ തുടങ്ങിയില്ല അല്ലെ? ഫസ്റ്റ് ക്വറി ഫൈൻഡ് ദ നെയിംസ് ഓഫ് ആൾ എംപ്ലോയീസ് ഹു വർക്ക് ഇൻ ഇൻഫോസിസ്. ഇൻഫോസിസ് വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, സെലക്ട് എംപ്ലോയി നെയിം ഫ്രം വർക്ക്സ് വേർ കമ്പനി നെയിം ഇസ് ഈക്വൽ ടു ഇൻഫോസിസ്. എംപ്ലോയി നെയിമാ പിക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് വർക്ക്സ് എന്ന് പറഞ്ഞു. ഇവിടുന്ന് എംപ്ലോയി നെയിംസ് കിട്ടുള്ളൂ. ഇവരാണ് എംപ്ലോയി നെയിം ഉള്ളത് വർക്ക്സ് എന്നുള്ളത്. വേർ കമ്പനി നെയിം ഇസ് ഈക്വൽ ടു ഇൻഫോസിസ്. കമ്പനി നെയിം എന്തായിരിക്കണം? ഇൻഫോസിസ് ആയിരിക്കണം. അതിൽ കൂടെ പറഞ്ഞത് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഡീറ്റെയിൽസ് ആ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, റാം മാത്രമേ ഉള്ളൂ ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നത് വേറെ വേറെ ലൊക്കേഷനിലാണ്. സാം വർക്ക് എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്തില്ലേ? ഇൻഫോസിൽ വർക്ക് ചെയ്യുന്ന ആരാ? റാം മാത്രമേ ഉള്ളൂ. മറ്റു രണ്ടുപേരും വിപ്രോയാണ്. ഓക്കെ, അപ്പൊ അതാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. നെക്സ്റ്റ് ക്വറി നോക്കാം. ഫൈൻഡ് ദ നെയിംസ് ആൻഡ് സിറ്റീസ് ഓഫ് റെസിഡൻസ്. നെയിമും സിറ്റിയും പ്രിന്റ് ചെയ്യിപ്പിക്കണം.
ഓഫ് ആൾ എംപ്ലോയീസ് ഹു വർക്ക്സ് ഇൻ വിപ്രോ. വിപ്രോയിൽ വർക്ക് ചെയ്യുന്നവരുടെ നെയിമും സിറ്റിയും വേണം. വിപ്രോയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്ന നേരത്തെ കാണാൻ പറ്റില്ല. വിപ്രോയിൽ രണ്ടുപേരും, ഒന്ന് സാമും പ്രിയയും. ഇവരുടെ ഏതാ വേണ്ടത്? സിറ്റിയാണ്. സിറ്റി ടേബിളിൽ നിന്ന് കിട്ടുമോ? ഇല്ല. അപ്പൊ അടുത്ത ടേബിളിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ റെഫർ ചെയ്യണം. കൂടെ നോക്കിയേ സെലക്ട് എംപ്ലോയി ഡോട്ട് ഇ എം പി നെയിം. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ ഇ എം പി നെയിം പിക്ക് ചെയ്യണം. അതുപോലെ എംപ്ലോയി ഡോട്ട് സിറ്റി, എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ സിറ്റി നമുക്ക് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ, അതുപോലെ വർക്ക്സ് എന്ന ടേബിൾ. വർക്ക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ എന്ത് വേണം? എംപ്ലോയി സിറ്റി പ്രിന്റ് ചെയ്ത് കിട്ടണം. അതുപോലെ ഇവിടെ ഡാറ്റ എൻട്രിനാണ് ഈ എംപ്ലോയി ഡോട്ട് എ എം പി നെയിമും നമുക്ക് പിക്ക് ചെയ്ത് കിട്ടും. രണ്ട് ടേബിൾ റെഫർ ചെയ്യുന്നുണ്ട്. വേറെ കണ്ടീഷൻ നോക്കിയേ. വേർ എംപ്ലോയി ഡോട്ട് ഇ എം പി നെയിം, എംപ്ലോയി ടേബിളിലെ ഇ എം പി നെയിം ഈസ് ഈക്വൽ ടു എന്ന് ഈക്വൽ ആവണം വർക്ക്സ് ഡോട്ട് എംപ്ലോയി നെയിം. രണ്ടിൽ വരുന്ന എംപ്ലോയി നെയിമും ഈക്വൽ ആയിരിക്കണം. കൂടാതെ ആൻഡ് വർക്ക്സ് ഡോട്ട് എംപ്ലോയി നെയിം ഈസ് ഈക്വൽ ടു വിപ്രോ. കമ്പനി നെയിം എന്തായിരിക്കണം? വിപ്രോയും കൂടി ആയിരിക്കണം. അങ്ങനെ വരുന്ന ആളുകൾ എന്തൊക്കെ പ്രിന്റ് ചെയ്യണം? നെയിമും പ്രിന്റ് ചെയ്യണം, സിറ്റിയും പ്രിന്റ് ചെയ്യണം. കണ്ടോ? സാമും പ്രിയ, ഈ രണ്ടുപേരും ഉണ്ടായുള്ളൂ. മറ്റൊരാൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫോസിസിലാണ്. ഇവരെന്ത് ചെയ്യുന്നത്? സാമും പ്രിയം വർക്ക് ചെയ്യുന്നത് വിപ്രോയിലാണ്. അപ്പൊ വിപ്രോയിൽ എവിടെയാണ്? കൊച്ചി. മറ്റേത് വർക്ക് ചെയ്യുന്നത് പൂനെ. അപ്പൊ പൂനെയും കൊച്ചിയും രണ്ടാണ് അവരുടെ സിറ്റീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ നെയിംസ് ആൻഡ് സിറ്റീസ്. നെയിമും സിറ്റീസും പ്രിന്റ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ നെയിമും സിറ്റീസും പ്രിന്റ് ചെയ്യുക. ഓഫ് ആൾ എംപ്ലോയീസ് ഹു വർക്ക് ഇൻ ഇൻഫോസിസ് ആൻഡ് ഏൺ മോർ ദാൻ RS 10,000. അപ്പൊ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് പിക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അവരെന്ത് കേസ് വേണം? അവരെ സാലറി എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 10,000. 10,000 കൂടുതൽ സാലറി വാങ്ങുന്നത് ആരൊക്കെയാണോ അവരെ നമുക്ക് പിക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അവരുടെ നെയിമും സിറ്റീസും പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ സെയിം കോഡിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. സെലക്ട് എംപ്ലോയി നെയിം, കണ്ടോ? ഇത് സെയിം കോഡാണ്. സിറ്റി, ഫ്രം എംപ്ലോയി, ഫ്രം വർക്ക്. വേർ എംപ്ലോയി ഇ എം പി നെയിം ഇസ് ഈക്വൽ ടു വർക്ക് ഡോട്ട് എംപ്ലോയി നെയിം. സെയിം കണ്ടന്റ്. ഞാൻ നെയിം പ്രിന്റ് ചെയ്യണല്ലോ, നെയിം രണ്ടും ഈക്വൽ ആവണം. കൂടാതെ വർക്ക് കമ്പനി നെയിം ഇസ് ഈക്വൽ ടു ഇൻഫോസിസ്. നേരത്തെ എന്തായിരുന്നു? വിപ്രോ ആയിരുന്നു അല്ലെ? വിപ്രോ വർക്ക് രണ്ടുപേരെ പ്രിന്റ് ചെയ്തതാണ്. ഇപ്പൊ ഇൻഫോസിസിലാണ് വേണ്ടത്. അപ്പൊ ഇൻഫോസിസ് തന്നെ ഇസ് ഈക്വൽ ടു ഇൻഫോസിസ് കൊടുത്തു. ഇത് കൂടാതെ അങ്ങനെ ആളുകളെ ഇൻഫോസിസിലെ ആളുകളൊക്കെ പിക്ക് ചെയ്തെടുത്തു. കൂടാതെ എന്ത് വേണം? അവരുടെ സാലറി ഗ്രേറ്റർ ദാൻ 10,000 ആയിരിക്കണം. ഓക്കെ, 10,000. അപ്പൊ സാലറി ഗ്രേറ്റർ ദാൻ 10,000 എന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് കൂടെ ആൻഡ് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചു. ദെൻ എൻ്റർ ചെയ്ത് കണ്ടോ? റാം മാത്രമാണ് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ സാലറി 10,000 അപ്പറാണ് അല്ലെ? അതുകൊണ്ടാണ് അവരുടെ സിറ്റി ഏതാണ്? ബാംഗ്ലൂരാണ്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് കൂടി നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഫൈൻഡ് ദ എംപ്ലോയീസ് ഹു ലിവ് ഇൻ ദ സെയിം സിറ്റീസ് ആസ് ദ കമ്പനീസ് ഫോർ വിച്ച് ദേ വർക്ക്. ഫൈൻഡ് ദ എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസിന്റെ നെയിമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഹു ലിവ്സ് ഇൻ ദ സെയിം സിറ്റി, ഒരേ സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾ. ആസ് ദ കമ്പനി ഫോർ വിച്ച് ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ തന്നെ താമസിക്കുന്ന ആളുകളുള്ള ഡീറ്റെയിൽസ്. അതിലെ ആളുകളെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതിനുള്ള കൊറിയാണ് ചോദിക്കുന്നത്. കോഡ് നോക്കിയേ. സെലക്ട് എംപ്ലോയി നെയിം മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. സോ എംപ്ലോയി നെയിം ഫ്രം എംപ്ലോയി വർക്ക്സ് കമ്പനി. കാരണം എംപ്ലോയി നെയിം എവിടുന്നാ കിട്ടുക? എംപ്ലോയി എന്നാണ് കിട്ടുക. എംപ്ലോയി നെയിം എംപ്ലോയി എന്നാ കിട്ടുക. പിന്നെ അവര് വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ എവിടുന്നാ കിട്ടുക? വർക്ക്സ് എന്ന് കിട്ടും. അത് മാത്രമല്ല അവരുടെ സിറ്റി, കമ്പനി സിറ്റി എവിടുന്നാ കിട്ടുക? ഈ കമ്പനി എന്ന് പറഞ്ഞ ഈ ഒരു ലൊക്കേഷനിൽ കിട്ടും. അപ്പൊ 3 ടേബിൾ നമ്മൾ റെഫർ ചെയ്യണം. അതാണ് കോമൺ കൊടുത്തത്. ഫ്രം എംപ്ലോയി വർക്ക്സ് കമ്പനി. ഇനി വേർ കമ്പനി ഡോട്ട് കമ്പനി നെയിം ഇസ് ഈക്വൽ ടു, കമ്പനിയിൽ ഡോട്ട് എന്നുണ്ടെങ്കിൽ ഇത് ടേബിൾ നെയിം ആണ് കമ്പനി എന്ന് പറയാം. അതാണ് ഡോട്ട് കൊടുത്തത്. കമ്പനി ഡോട്ട് കമ്പനി നെയിം ഇസ് ഈക്വൽ ടു വർക്ക്സ് ഡോട്ട് കമ്പനി അണ്ടർസ്കോർ നെയിം. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണ്. കമ്പനി നെയിമും ഈക്വൽ ആണ്. ഇതില് കമ്പനി എന്ന് പറഞ്ഞ ടേബിളിലെ കമ്പനി നെയിമും വർക്ക്സ് എന്ന് പറഞ്ഞ കമ്പനി നെയിമും ഈക്വൽ ആയിരിക്കണം. കൂടാതെ ആൻഡ് വർക്ക്സ് ഡോട്ട് എംപ്ലോയി നെയിമും വർക്ക് എന്ന് പറഞ്ഞ ടേബിളിലെ വർക്ക്സ് എന്ന ടേബിളിലെ എംപ്ലോയി എംപ്ലോയി എന്ന് പറഞ്ഞ എംപ്ലോയി നെയിമും ഈക്വൽ ആയിരിക്കണം. അത് മാത്രം പോരാ, ആൻഡ് അടുത്ത ആൻഡും കൂടെ കൊടുത്തു. 3 ആൻഡാണ്. കമ്പനി സിറ്റി ഇസ് ഈക്വൽ ടു എംപ്ലോയി സിറ്റി, രണ്ടും അതും ഈക്വൽ ആയിരിക്കണം. ഈ 3 കേസും ഈക്വൽ ആയി വരുന്ന ഓപ്ഷൻ, അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്, 3ലും കൂടിയുള്ള ഡാറ്റ.
അങ്ങനെയുള്ള എംപ്ലോയീസ് ആരാ നോക്ക് എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, എംപ്ലോയി നെയിം റാം മാത്രമേ ഉള്ളൂ ആ ഒരു കേസ് വരുന്നത്. ഓക്കെ, മൂന്ന് വളരെ കമ്പനി നെയിമാണ് വേണ്ടത്. കമ്പനി നെയിം ഇസ് ഈക്വൽ ടു കമ്പനി നെയിം. അതുപോലെ വർക്ക് എംപ്ലോയി നെയിം ഇസ് ഈക്വൽ ടു എംപ്ലോയി നെയിം. ലാസ്റ്റ് കമ്പനി സിറ്റി എംപ്ലോയി സിറ്റി. ആ ഒരു കേസ് വരുന്ന ഒരേ ഒരാളുകൾ വരും. ഇതൊക്കെ ആ നമ്മള് വെൻ ഡയഗ്രാം വരച്ച കറക്റ്റ് കിട്ടും. വെൻ ഡയഗ്രത്തിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റേഷൻ കാണിക്കേണ്ട ഓരോ ആളുകളും ഓരോ കണ്ടന്റ്. അപ്പോൾ ഇവിടെ കമ്പനി ഉണ്ട്, അതുപോലെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവരെ എംപ്ലോയി ഉണ്ട്, അതുപോലെ ആ എംപ്ലോയിയുടെ സിറ്റി ഉണ്ട്. ഈ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഉണ്ടാവും, ഇന്റർസെക്ട് ചെയ്ത് വരുന്ന ഭാഗം. അതിലാണ് റാം എന്നുള്ളത് വ്യക്തി കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് ആ ക്വറി. നെക്സ്റ്റ് ക്വറി നോക്കാം, സെക്കൻഡ് ലാസ്റ്റ് വൺ. ഫൈൻഡ് ആൾ എംപ്ലോയീസ് ഹു ഡു നോട്ട് വർക്ക്സ് ഇൻ വിപ്രോ കോർപ്പറേഷൻ. വിപ്രോ കോർപ്പറേഷൻ വർക്ക് ചെയ്യാത്തവരുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം വർക്ക്സ് വേർ കമ്പനി നെയിം നോട്ട് ഇൻ വിപ്രോ. നമ്മൾ മുമ്പ് പഠിച്ചത് നോട്ട് ഇൻ, മുമ്പത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. നോട്ട് ഇൻ വിപ്രോ, വിപ്രോയിൽ ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുക? ഒരാള് വിപ്രോ ഇല്ലാത്ത ആകൊന്നുമില്ല, ഇൻഫോസിസ് ഉള്ളൂ. നമ്മളെ ഡാറ്റാബേസിൽ ടേബിൾ അതേ ഉള്ളൂ. വേറെയും ടേബിൾസ് ഉണ്ടെങ്കിൽ വേറെയും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കിട്ടും. റാം മാത്രമേ ഉള്ളൂ വിപ്രോയിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ ഈ ഒരു നമ്മുടെ ടേബിൾ. ക്ലിയർ? ദ ലാസ്റ്റ് ക്വറി, ഫൈൻഡ് ദ കമ്പനി ദാറ്റ് ഹാസ് ദ മോസ്റ്റ് എംപ്ലോയീസ്. ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉള്ള കമ്പനി ഏതാണെന്ന് ചോദിച്ചു. നമ്മൾ ഇതിന്റെ കണ്ടന്റ് യൂസ് ചെയ്യുന്നത് സെലക്ട് കമ്പനി നെയിം ഹൂസ് വർക്ക് ഗ്രൂപ്പ്ഡ് ബൈ കമ്പനി നെയിം ഹാവിംഗ് കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എംപ്ലോയി നെയിം. വ്യത്യസ്തമായ എംപ്ലോയി നെയിമിനെ ആക്സസ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്താൽ മാത്രം പോരാ, അവരുടെ കൗണ്ട് കൂടെ പിക്ക് ചെയ്യണം. എത്ര എണ്ണ കിട്ടണ്ടേ, അപ്പോൾ കൗണ്ടും കൂടെ നമുക്ക് പിക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ കൗണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ ഇസ് ഈക്വൽ ടു ആൾ എന്ന് പറഞ്ഞ ശേഷം ഇവിടെ സബ് ക്വറിയാണ് സെലക്ട് കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എംപ്ലോയി നെയിം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എംപ്ലോയി നെയിംസിന് പിക്ക് ചെയ്തെടുക്കുക ഫ്രം വർക്ക്സ്. എന്നിട്ട് അത് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ബൈ കമ്പനി നെയിം വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? നമ്മൾ കുറി പറഞ്ഞ പോലെ ഈ ഒരു കണ്ടന്റില് കമ്പനി ദാറ്റ് ഹാസ് ദ മോസ്റ്റ് എംപ്ലോയീസ്, ഏത് കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉള്ളതെന്ന് കിട്ടും, കൗണ്ട് കിട്ടും. വിപ്രോയിലാണ് കണ്ടന്റ് ഉള്ളത്. ഓക്കെ, വിപ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റില് വിപ്രോയില് രണ്ടുപേരുണ്ടായി. വിപ്രോയില് ഇൻഫോസിസിൽ ഒരാളുണ്ടായിരുന്നു അല്ലെ, അതാണ് ഒരു കണ്ടന്റ്. ഇന്ന് പഠിച്ച കുറിയില് നമ്മള് നോട്ട് എന്ന് പറഞ്ഞ കണ്ടന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓപ്ഷൻസ് ആണ്, 4 ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു, ശേഷം ഓരോ ക്വറീസും എക്സിക്യൂട്ട് ചെയ്തു. ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാം യൂസ് ചെയ്യുന്ന സെലക്ട് ക്വറി എന്ന രൂപത്തിലുള്ള വർക്ക് ചെയ്യിപ്പിക്കുന്നത്. വേർ കണ്ടീഷൻ, അതുപോലെ സിറ്റീസ് ഇംപ്ലിമെന്റേഷൻ, ഓർ ഇന്ന് നോട്ട് ഇൻ എന്ന പ്രോസസ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.